Ninth question. Find the greatest number. Find the greatest number. Which one divides 590, 908 and 1014. Find the greatest number. Which one divides 590, 908 and 1014. Leaves the same remainder each time. Leaves the same remainder each time. Find the greatest number which one divides 590, 908 and 1014, leaves the same remainder each time. അപ്പോൾ റിമൈൻഡർ എത്രയായിരുന്നു എന്ന് നമുക്കറിയാമെന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. കാരണം 590 മൈനസ് പർട്ടിക്കുലർ നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ നമുക്ക് വേണ്ട നമ്പർ ആയിരിക്കും. ഇനി ആ റിമൈൻഡർ 908 മൈനസ് റിമൈൻഡർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ദ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടെ റിമൈൻഡർ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. റിമൈൻഡർ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 590 മൈനസ് എക്സ്, 908 മൈനസ് എക്സ് ആൻഡ് 1014 മൈനസ് എക്സ് ആർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ദ റിക്വയർഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയാം. സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് എക്സ് ബി ദ റിമൈൻഡർ ഇൻ ഈച്ച് കേസ്. Let x be the remainder in each case. Let x be the remainder in each case. Then 590 minus x, 908 minus x and 1014 minus x are completely divisible by the required greatest number. 590 minus x, 908 minus x and 1014 minus x are completely divisible by the greatest number. അപ്പോൾ ഈ മൂന്ന് നമ്പറും ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ച് കംപ്ലീറ്റ്ലി ഡിവിസിബിളാണ്. അപ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ ദ സെയിം നമ്പർ ആണ് എങ്കിൽ അതിൻ്റെ ഡിഫറൻസും ഡിവിസിബിൾ ബൈ സെയിം നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസുകളും ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പർ ആയിരിക്കും. റിക്വയർഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ HCF കാണാൻ പറ്റില്ല. ഡിവിസിബിൾ ബൈ ഇത് മൂന്നിനെയും ഡിവൈഡ് ചെയ്ത നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ HCF കാണണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് HCF കാണാൻ പറ്റത്തില്ല. അപ്പം പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് any three numbers are divisible by the same number, their difference is also divisible by that number. അതാണ് യൂസ് ചെയ്യുന്നത്. നോട്ടഡ് എഴുതിയാൽ മതി. It must be noted that if any three numbers are divisible by the same number, their difference is also divisible by that number. If any three numbers are divisible by the same number, their difference is also divisible by that number. If any three numbers are divisible by the same number, their difference is also divisible by that number. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 590 minus x and 908 minus x is equal to 908 minus x minus 590 minus x വരും. അപ്പോൾ 908 x minus 590 plus x എന്ന് വരും. അപ്പോൾ അത് 908 minus 590, അപ്പോൾ അത് 318 എന്ന് വരും. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ 908 മൈനസ് എക്സ് ആൻഡ് 1014 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1014 എക്സ് മൈനസ് 908 മൈനസ് എക്സ് വിൽ ബി 106. അപ്പോൾ ഡിഫറൻസുകളുടെ HCF കണ്ടുപിടിച്ചാലും മതി. അപ്പം മൂന്ന് നമ്പേഴ്സ് ഒരേ നമ്പർ വെച്ച് ഡിവിസിബിൾ ആണ് എങ്കിൽ അവരുടെ ഡിഫറൻസും ഡിവിസിബിൾ ബൈ ദാറ്റ് സെയിം നമ്പർ ആയിരിക്കും. Therefore, the differences 318 and 106 are completely divisible by the required greatest number. The differences 318 and 106 are completely divisible by the required greatest number. Therefore, the required greatest number is equal to ഇതിനാണ് ഞങ്ങളുടെ HCF ആയിരിക്കും
318 and 106. ചെറിയ നമ്പർ വെച്ചിട്ട് വലിയ നമ്പറിനെ ഡിവൈഡ് ചെയ്യണം. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയതുകൊണ്ട് HCF എന്ന് പറയുന്നത് എന്തായിരിക്കും? 106 ആയിരിക്കും. 106 ഇൻറ്റു 3 ആണ് 318. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ 108. Therefore the required greatest number is equal to 106. അപ്പോൾ ഇവിടെ 3 നമ്പറുകളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ആ 3 നമ്പറുകളും ഒരു പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് നമ്മൾ ആ നമ്പറിനെ y എന്ന് വിളിച്ചാൽ y വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ എക്സ് ആണ് തന്നെ. അപ്പോൾ നമുക്ക് ആ എക്സ് എന്താണെന്ന് അറിയുമായിരുന്നെങ്കിൽ നമുക്ക് 590 മൈനസ് എക്സ് ആ നമ്പറുകളുടെ ഡിഫറൻസ് എക്സുമായിട്ടുള്ള ഡിഫറൻസ് എടുത്താൽ അതിൻ്റെ HCF കണ്ടാൽ മതി. ഇവിടെ എക്സ് ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ഡിഫറൻസുകൾക്കും സെയിം HCF ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10th question. Find the largest number that will divide 398, 436 and 542, leaving remainder 7, 11 and 15 respectively. Find the largest number that will divide 398, 436 and 542, leaving remainder 7, 11 and 15. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ നമ്പർ വെച്ചിട്ട് 398 ഡിവൈഡ് ചെയ്ത റിമൈൻഡർ 7. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? 398 മൈനസ് 7 is perfectly divisible by that number. 436 മൈനസ് 11 perfectly divisible ആയിരിക്കും. 542 മൈനസ് 50. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുക. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 398, 436 and 542, ലീവിങ് റിമൈൻഡർ 7, 11 and 15 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ റിക്വയർഡ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് വിൽ ബി പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ ദ റിക്വയർഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ വിൽ ബി പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 398 മൈനസ് 7, 436 മൈനസ് 11 ആൻഡ് 542 മൈനസ് 15. ഓരോ കേസിലും റിമൈൻഡർ തന്നിട്ടുണ്ട്. അപ്പോൾ 398 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 7. അപ്പോൾ 398 മൈനസ് 7 പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പർ ആയിരിക്കും. 436 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 11. അപ്പോൾ 436 മൈനസ് 11 പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ ദാറ്റ് നമ്പർ ആയിരിക്കും. 542 വെച്ചിട്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ 15 ആയിരിക്കും റിമൈൻഡർ. അപ്പോൾ 542 മൈനസ് 15 എന്ന് പറയുന്നത് ആ നമ്പറുമായിട്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ റിക്വയർഡ് നമ്പർ എന്ന് പറയുന്നത് എന്താ? ഈ 3 നമ്പേഴ്സിൻ്റെ HCF ആയിരിക്കും. Therefore, the required greatest number is the HCF of the numbers. The required greatest number is the HCF of the numbers. 398 minus 7 എന്ന് പറയുമ്പോൾ 391. 436 minus 1 എന്ന് പറയുമ്പോൾ 425. 542 minus 15 എന്ന് പറയുമ്പോഴത്തേക്കും 527. അപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെ HCF ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദ റിക്വയർഡ് നമ്പർ ഇസ് ദ HCF ഓഫ് ദി നമ്പേഴ്സ്. 391 ഇത് ഡിഫറൻസ് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ആദ്യം 391ഉം 425 നമ്മൾ നോക്കാം. 391 4 അപ്പോൾ നമുക്ക് 24 കിട്ടി. 34 ഇനി നമ്മൾ 34 വെച്ചിട്ട് 391 ഡിവൈഡ് ചെയ്യണം. 34 വെച്ച് ഒന്ന് ചെയ്യുമ്പം 34, റിമൈൻഡർ 51 വരും. 51 വെച്ചിട്ട് ഒന്നും കൂടെ 34 ചെയ്യുമ്പോൾ 17 വരും. ഇനി 17/34 ചെയ്താൽ 17 × 2 34, റിമൈൻഡർ 0. അപ്പോൾ 17 ആണ് 391ൻ്റെ 425ൻ്റെ റിമൈൻഡർ. അപ്പോൾ ഇനി എന്നാ ഈ കിട്ടിയ 17 വെച്ചിട്ട് 527 ഇവിടെയുള്ള HCF എന്ന് പറയുന്നത്. Therefore, HCF of 391 and 425. HCF of 391 and 425 എന്ന് പറയുന്നത് 17 ആണ്. ഇനി നമുക്ക് 17ൻ്റെയും 527ൻ്റെയും കൂടെ നോക്കണം. 17 × 3 ചെയ്താൽ 7 3s 21 51 വരും. 17 1 17 0. അപ്പോൾ 17 × 31 ആണ് 70. അപ്പോൾ ഇതിന് രണ്ടും കൂടെ HCF 17. അത് ആ 17ഉം 527 കൂടെ എടുക്കുമ്പോൾ HCF 31 അല്ല 17 വെച്ചിട്ട് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ആണ്. അപ്പോൾ 17 ആയിരിക്കും റിക്വയർഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ. Therefore, HCF of
391, 425 and 527 is equal to 17. Therefore, the required greatest number is 17. The required greatest number is 17.